ഹേ ഗൈസ്, സംഭവബഹുലമായ എൻ്റെ സിഡ്നി ടു കൊച്ചി യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഒറ്റയ്ക്കായിട്ടോ ഇപ്രാവശ്യം പോകുന്നത്. എൻ്റെ ഫ്ലൈറ്റ് ശരിക്കും 9:30 സിഡ്നിയിൽ നിന്നെടുത്ത് ഒരു 7:10 PM കൊച്ചിയിലെത്തുന്ന പോലെയായിരുന്നു ബുക്ക് ചെയ്തത്. ബട്ട് അത് ഡിലേ ആയി ഒരു 11 AM അവർ മാറ്റി, അതായത് ഒരു 9:10 എത്തുന്ന പോലെ ആക്കി കേട്ടോ. ഡിലേ ആയ കാര്യം അവർ നേരത്തെ അറിയിച്ചത് കൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്തോ എനിക്കൊരു സ്ട്രോങ് ഇൻറ്റ്യൂഷൻ അടിക്കുന്നുണ്ടായിരുന്നു എന്തൊക്കെയോ പ്രശ്നം നടക്കാൻ പോകുക എന്നുള്ളത്. അതല്ലേലും അങ്ങനെ നെഗറ്റീവ് ഇൻറ്റ്യൂഷൻ ആകുമ്പം അതെന്തായാലും നടക്കും. ഞാൻ വിചാരിച്ചത് എൻ്റെ കൂടെ പീരീഡ്സ് ചേച്ചിയും വരുമെന്നാണ്. ബട്ട് ആൾ ഡീസൻ്റ് ആയിരുന്നു കേട്ടോ. എന്താ നടന്നതെന്ന് ഞാൻ വഴിയെ പറയാം കേട്ടോ. ആദ്യം തന്നെ എന്നെ ബുദ്ധിമുട്ടിച്ചത് ഈ കാണുന്ന മെഷീനാണ്. ഇതിൽ നമ്മൾ നമ്മുടെ പാസ്പോർട്ട് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോർഡിംഗ് പാസും പിന്നെ ബാഗേജ് ടാഗും എല്ലാം കിട്ടും. നമ്മൾ തന്നെ സെൽഫ് ബാഗേജ് ഡ്രോപ്പ് ചെയ്താൽ മതിയേ. പക്ഷേ എൻ്റെ പാസ്പോർട്ടിൽ ഒരു സർനെയിം ഇഷ്യൂ ഉണ്ടായത് കാരണം എനിക്കിത് ഈ ക്യൂവിൽ നിൽക്കേണ്ടി വന്നു. ഇതോടുകൂടി എൻ്റെ ഇൻറ്റ്യൂഷൻ ഏതാണ്ട് സത്യമാവാൻ പോവാമെന്ന് എനിക്ക് മനസ്സിലായേ. അപ്പോഴേക്കും ഞാൻ പ്രിപ്പയറായി എന്ത് വന്നാലും നേരിടാന്നുള്ളത്. ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി. ഇനി ഇമിഗ്രേഷൻ, ഇവിടെയാണ് എന്നെ ഏറ്റവും പേടിപ്പിക്കുന്നത്. പക്ഷെ അവിടെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. പിന്നെന്താ, ഇങ്ങനെ ഡ്യൂട്ടി ഫ്രീ ഷോപ്സിൽ നമുക്ക് മേടിക്കാൻ പറ്റത്തില്ലെങ്കിലും അവിടെ ഇവിടെയൊക്കെ ഒന്ന് കയറി ഇറങ്ങി നടന്ന് സമയം കളഞ്ഞു. ഫ്ലൈറ്റിൽ കയറുന്നതിന് മുന്നേ ഒന്ന് വാഷ്റൂമിൽ വന്നതാണേ. എന്ത് അച്ചടക്കത്തോടെ ഇവിടെയുള്ള ഒരു ക്യൂവിൽ നിൽക്കുന്നത്. ഇതാണ് എൻ്റെ OOTD. പണ്ടൊക്കെ ഞാൻ സ്റ്റൈലിനായിരുന്നു പ്രിഫർ ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ എനിക്കെന്തോ കംഫോർട്ടാണ് കൂടുതലും താല്പര്യം. പ്രായമായതുകൊണ്ടായിരിക്കണം. അങ്ങനെ ബോർഡിംഗ് പാസും പാസ്പോർട്ടും ഒക്കെ പിടിച്ച് ഞാനിങ്ങനെ കാത്തിരിക്കുകയാണ് നമ്മുടെ ഗേറ്റ് ഓപ്പൺ ആവാൻ വേണ്ടിയിട്ട്. അങ്ങനെ 11 കഴിഞ്ഞു, 11:30 കഴിഞ്ഞു, ഏതാണ്ട് 11:45 അവർ വിളിച്ചു കേട്ടോ. പിന്നെയും ഡിലേ. ബട്ട് കുഴപ്പമില്ല, ഒരു 3/4 മണിക്കൂറല്ലേ. ഇതാണ് ഫ്ലൈറ്റ്. കോണ്ടസ് ആണ് ഞാൻ ബുക്ക് ചെയ്ത ഫ്ലൈറ്റ്. 55A ആണ് എൻ്റെ സീറ്റ്. ഞങ്ങൾ കോണ്ടസിൻ്റെ ഫ്രീക്വൻറ്റ് ഫ്ലയർ ആയതുകൊണ്ട് ഞങ്ങൾക്ക് സീറ്റ് ബുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വിൻഡോ സീറ്റ് തന്നെ ചൂസ് ചെയ്തു. ഇതാണ് എൻ്റെ സീറ്റ്. ഇതൊക്കെയാണ് സാധന സാമഗ്രികൾ. പുതപ്പും ഹെഡ്ഫോൺസും ഒക്കെ തന്നിട്ടുണ്ടെന്ന് അവർ. ഒരു കാര്യത്തിൽ ഞാൻ ലക്കിയാണ് കേട്ടോ, എൻ്റെ സീറ്റിൽ ആരുമില്ല. കഴിഞ്ഞ വർഷം വന്നപ്പോഴും എൻ്റെ സീറ്റിൽ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് സുഖമായിട്ട് ഫുൾ സീറ്റ്സ് ഉപയോഗിച്ച് കിടക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പൊതുവെ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ്സൊക്കെ ഇത്രയും വലുതായിരിക്കെ ഒരു റോയിൽ തന്നെ 8 സീറ്റ്സ് വരും. ആ കാണുന്ന നടുക്കത്തെ സെഷനിൽ ഒരിക്കലും സീറ്റ് കിട്ടരുതെന്നാണ് എൻ്റെ പ്രാർത്ഥന. ഇനിയിപ്പോൾ ഒരു 16 മണിക്കൂറത്തേക്ക് ഇവൻ മാത്രമായിരിക്കും എൻ്റെ കൂട്ട്. കുറേ മൂവീസൊക്കെ ഉണ്ട്. എനിവേസ്, ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് കിഡ്സിൻ്റെ മൂവീസാണ് കേട്ടോ. അപ്പോൾ സമയം കളയാതെ നമുക്ക് മൂവീസ് കാണാം. ഈ കാണുന്ന ഇയർഫോൺ എടുത്തിട്ട് ഈ സൈഡിൽ കാണുന്ന പ്ലഗിൽ ഇങ്ങനെ കുത്തിക്കഴിഞ്ഞാൽ നമുക്ക് കേൾക്കാൻ പറ്റും കേട്ടോ. ഏത് മൂവി കാണണമെന്ന് സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് അവരുടെ ഇൻസ്ട്രക്ഷൻസ് വന്നത്. അവരുടെ ഇൻസ്ട്രക്ഷൻസ് ആണ് നല്ല എൻ്റർടൈനിങ് ആണ് കേട്ടോ. ഡിഫറെൻറ്റ് കൺട്രീസിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാർ ആണ് നമുക്ക് ഇൻസ്ട്രക്ഷൻസ് തരുന്നത്. ഫോർ എക്സാമ്പിൾ കണ്ടില്ലേ എങ്ങനെയാണ് സീറ്റ് ബെൽറ്റ് ഇടേണ്ടെന്നതും ഊരുണ്ടെന്നതും ഒക്കെ കാണിച്ചു തരുന്നത്. ഇങ്ങനെയായിരിക്കും, വിച്ച് ഈസ് ആക്ച്വലി നൈസ് അല്ലേ. ഇത് കണ്ടോ, അങ്ങ് മെക്സിക്കോ എന്നാണ് നമുക്ക് എങ്ങനെയാണ് ലൈഫ് ജാക്കറ്റ് ഇടേണ്ടെന്നതൊക്കെ ഒന്ന് കാണിച്ചു തരുന്നത്. പിന്നെ എല്ലാ ഇൻസ്ട്രക്ഷൻസും അവർ അങ്ങനെ തന്നെയാണ് പറയുന്നത്. എയർ ഹോസ്റ്റസും ഫ്ലൈറ്റിൽ നിന്ന് കാണിക്കുന്നുണ്ട്, പക്ഷേ നമ്മൾ കൂടുതലും ഇത് തന്നെയല്ലേ ശ്രദ്ധിക്കുക. ഇന്ത്യയിൽ നിന്നുള്ള ഇൻസ്ട്രക്ഷൻസ് വന്നിട്ടുണ്ട്. ഡാൻസൊക്കെ കാണിച്ചിട്ടാണ് നമ്മളെ അവർ പോർട്രേ ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി സമയം കളയാത്ത മൂവീസ് കാണാം. ഏത് മൂവീസ് എടുക്കും? ഞാൻ നേരെ പോയത് കിഡ്സിൻ്റെ ഏരിയയിലാണ്. മോനെ കാണാമെന്നേ വിചാരിച്ചത്. പക്ഷേ എന്തോ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഇൻട്രസ്റ്റ് പോയി. അതുകൊണ്ട് ഫുള്ള് കണ്ടില്ല കേട്ടോ. അങ്ങനെ ഫൈനലി ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയി. ഇനി ഒരു 11 മണിക്കൂർ, അത് കഴിഞ്ഞാൽ ബാംഗ്ലൂർ എത്തും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ കാണാം എന്താ നടക്കാൻ പോകുന്നതെന്ന്. ഈ ഫ്ലൈറ്റിൻ്റെ ടേക്ക് ഓഫും ലാൻഡിങ്ങും എനിക്കെന്തോ കടൽ കാണുന്ന പോലാണ്. ഒരിക്കലും മടുപ്പ് വരാറേ ഇല്ല. ഞാൻ എത്ര വേണമെങ്കിലും കണ്ടുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ എപ്പോഴും ഞാൻ പ്രിഫർ ചെയ്യുന്നതും വിൻഡോ സീറ്റാണ്. അങ്ങനെ ആദ്യത്തെ ഫുഡ് എത്തിയിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു ഫ്രൈസും വാട്ടറും ആയിരുന്നു കൊണ്ടുതന്നത്. അപ്പോഴാണ് അനൗൺസ്മെൻറ്റ് വരുന്നത് ഫ്ലൈറ്റിലുള്ള ആരോ ഒരാൾ സിക്കായി എന്നുള്ളത്. അതുകൊണ്ട് എമർജൻസി ലാൻഡിങ് ചെയ്യണമെന്ന്. അങ്ങനെ നേരെ പോണ്ട ഫ്ലൈറ്റ് വളച്ചു കൊണ്ടുവന്ന് അഡിലെയ്ഡിൽ ലാൻഡ് ചെയ്തേ. അപ്പോഴേക്കും എനിക്ക് ഏതാണ്ട് മനസ്സിലായി ഇന്നെന്തായാലും ഞാൻ ഇന്ത്യ എത്താൻ പോകുന്നില്ല എന്നുള്ളത്. ആക്ച്വലി കഴിഞ്ഞ വട്ടവും ഞാൻ വരാൻ നേരത്ത് ഒരാൾക്ക് സിക്കായിട്ടുണ്ടായിരുന്നു. പക്ഷേ എമർജൻസി ലാൻഡിങ്ങിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിട്ടില്ല. സോ ഇതെനിക്കൊരു ഫസ്റ്റ് അനുഭവമായിരുന്നു. ബട്ട് കുഴപ്പമില്ല, എന്തായാലും ഒരു രാത്രിയോടുകൂടിയെങ്കിലും എത്തുന്ന ഞാൻ പ്രതീക്ഷിച്ചു. അങ്ങനെ ഒരു 2 മണിക്കൂർ അവിടെ കളഞ്ഞു. അതിനുശേഷമാണ് അഡിലെയ്ഡിൽ നിന്ന് പുറപ്പെട്ടത്. അങ്ങനെ ഫസ്റ്റ് മീൽ എത്തിയിട്ടുണ്ട്. പൊട്ടറ്റോ റോസ്റ്റ് ചിക്കൻ എന്നതാണോ പറഞ്ഞത്. പക്ഷേ എനിക്കിഷ്ടപ്പെട്ടില്ല. ആകെപ്പാടെ പുഡിങ് മാത്രമേ ഇഷ്ടപ്പെട്ടു.
കുറച്ച് നേരം മൂവീസ് കണ്ട് ഉറങ്ങി എഴുന്നേറ്റ് ഇങ്ങനെ സമയം കളഞ്ഞു കേട്ടോ. അപ്പോഴാണ് ഈ മൂവിങ് മാപ്പ് നോക്കിയപ്പം നമ്മുടെ ഫ്ലൈറ്റ് ഇന്ത്യൻ ഓഷ്യൻ കടക്കാൻ പോകുന്നത് മനസ്സിലായത്. അങ്ങനെ ചായയും സ്നാക്സും ഒക്കെ വന്നു. ഇതിനിടയിൽ കുറേ മീൽസ് വന്നിട്ടുണ്ടായിരുന്നു. ഞാനതൊക്കെ വീഡിയോ എടുത്തില്ല കേട്ടോ. അപ്പം ബാംഗ്ലൂർ അടുക്കാറായി. ഇപ്പോൾ കുറച്ച് എക്സൈറ്റ്മെൻ്റ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ അതൊക്കെ സൂൺ പോകും. അങ്ങനെ ബാംഗ്ലൂർ ലാൻഡ് ചെയ്തപ്പം ഏതാണ്ട് 8:45 കേട്ടോ. അപ്പോഴാണ് അറിയുന്നത് ഇനി എൻ്റെ നെക്സ്റ്റ് കണക്റ്റിംഗ് ഫ്ലൈറ്റ് രാവിലെ 7:35 ഇതിനിടയിൽ എൻ്റെ ഇന്ത്യൻ സിം വർക്കാവുന്നുണ്ടായിരുന്നില്ല. റീചാർജൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തോ പിന്നെ ബാംഗ്ലൂർ വൈഫൈ ഒക്കെ കണക്ട് ചെയ്തിട്ടാണ് ഞാൻ എല്ലാവരും കോണ്ടാക്ട് ചെയ്തത്. അങ്ങനെ ടെൻഷൻ അടിച്ച് ഞാൻ ബാക്കിയുള്ള വീഡിയോസൊന്നും എടുത്തില്ല. പക്ഷെ അവർ തന്നെ നമുക്ക് ഹോട്ടലൊക്കെ അറേഞ്ച് ചെയ്ത് തന്നു കേട്ടോ. പക്ഷേ ഇത്രയും സമയം പോയില്ലേ. എന്തായാലും ഞാൻ അടിച്ച ടെൻഷൻ ഈ ചെറിയ വീഡിയോയിലൊന്നും കാണിക്കാൻ പറ്റത്തില്ല. ഈ വണ്ടിയിലാണ് കേട്ടോ ഞങ്ങളെ ഹോട്ടലിലേക്ക് കൊണ്ടുവന്നത്. ഞാൻ കണ്ടില്ലേ ഒരുമാതിരി കോലം കെട്ടിയിട്ടുണ്ടല്ലേ. എന്നെ ഏറ്റവും വിഷമിപ്പിച്ച എന്താണോ, ഇമിഗ്രേഷൻ സമയത്ത് അയാൾ ചോദിക്കുകയാണ് ഇത് താങ്കൾ തന്നെയാണോ എന്ന് എൻ്റെ പാസ്പോർട്ടിൻ്റെ ഫോട്ടോ കണ്ടിട്ട്. എന്നിട്ട് ഏത് വർഷമാണ് ഫോട്ടോ എടുത്തതെന്നൊക്കെ ചോദിച്ചു. അതുകൂടെ കേട്ടപ്പോഴത്തേന് ഞാൻ അങ്ങ് ഇല്ലാണ്ടായി കേട്ടോ. അയാൾ എന്നെ എന്തോ സംശയത്തോടൊക്കെ നോക്കാൻ തുടങ്ങി. ഞാനെന്തോ കള്ളക്കടത്തൊക്കെ ചെയ്തിട്ട് വന്ന ആളെ പോലെ. ഏതാണ്ടൊരു 9:45 ഞങ്ങൾ ഹോട്ടലിലെത്തി കേട്ടോ. ഈ കാണുന്നതാണ് ഞങ്ങൾ സ്റ്റേ ചെയ്ത ഹോട്ടൽ. അത്യാവശ്യം നല്ല ഹോട്ടൽ തന്നെയായിരുന്നു. ഇതിനിടയിൽ നാളെ കൊച്ചിക്ക് പോകേണ്ട കുറേ പേരുമായിട്ട് ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നേ. അവരാണ് പറഞ്ഞത് അവരുടെയൊക്കെ ഫ്ലൈറ്റ് 7:10 പിന്നെന്താ എനിക്ക് 7:35 തന്നെയെന്ന് ഞാൻ അപ്പോൾ വിചാരിച്ചതാണ്. പിന്നെ കുറച്ച് ടൈമിൻ്റെ ഡിഫറൻസ് അല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അത്ര വലിയ അവരോട് ചോദിക്കാനൊന്നും നിന്നില്ല കേട്ടോ. പക്ഷെ പിന്നാണ് മനസ്സിലായത് അത് ചോദിക്കേണ്ടേ ആയിരുന്നു എന്നുള്ളത്. അങ്ങനെ ചെക്കിനൊക്കെ ചെയ്ത് ഞങ്ങൾക്ക് ബുഫേ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ചു. ഇതാണ് ഞാൻ എടുത്തത്. അധികം കഴിക്കാനൊന്നും തോന്നിയില്ല, കാരണം കുറേ നേരം ഫ്ലൈറ്റിലിരുന്ന് ഗ്യാസൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു ചെറിയ പുഡിങ്ങൊക്കെ എടുത്തൊരു വഴിക്ക് പോവല്ലേ എന്ന് വിചാരിച്ച് പുഡിങ്ങൊക്കെ എടുത്ത് ഞാൻ നേരെ റൂമിലോട്ട് പോവുകയാണേ. അപ്പോഴാണ് ഓർത്തത് എൻ്റെ ഒരു സ്പെയർ ക്ലോത്ത്സ് പോലും ഇല്ല എന്നുള്ളത്. ഇങ്ങനെയൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നില്ലല്ലോ. ഈ കാണുന്നതാണ് ഞാൻ സ്റ്റേ ചെയ്ത റൂം 422. ഞാനൊരു റൂം ടൂർ ഇപ്പം കാണിക്കാം കേട്ടോ. ഈ കാർഡ് ഇങ്ങനെ ടാപ്പിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ ആവും. കൊള്ളാം, നല്ല നൈസായിട്ടുള്ള റൂമാണ്. ഞാൻ സിംഗിൾ അക്കോമഡേഷനാണ് എടുത്തത്. ഒരു ബെഡ്റൂമുണ്ട്, ബാത്റൂമുണ്ട്. ബെഡ്റൂമിൽ 2 ബെഡ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ബാത്റൂമൊക്കെ അത്യാവശ്യം നീറ്റായിരുന്നു. പിന്നെ ഷവർ ജെല്ലും എല്ലാം അവിടെ പ്രൊവൈഡ് ആയിട്ടുണ്ട്. ഒരു രാത്രി തങ്ങാൻ ഇതൊക്കെ ധാരാളമായിരുന്നു. അങ്ങനെ നെക്സ്റ്റ് ഡേ ആയി. ഞാനൊരു 5 മണിക്കായിരുന്നു ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവർ തന്നെ ക്യാബ് ബുക്ക് ചെയ്ത് തരും. ഞാൻ പറഞ്ഞില്ലേ ഒരു സ്പെയർ ക്ലോത്ത്സ് പോലും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ബട്ട് കുളിച്ച് ഫ്രഷൊക്കെ ആയി ഒരു മോയ്സ്ചറൈസറോ സൺസ്ക്രീമോ ഒന്നും എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അവിടെ ഇരുന്ന് ഒരു ബോഡി ലോഷൻ ചെറുതായിട്ടൊന്ന് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു, കാരണം ഫേസ് നല്ല രീതിക്ക് ഡ്രൈ ആവുന്നുണ്ടായിരുന്നു. പിന്നെ ലിപ്സ്റ്റിക് ഉണ്ടായിരുന്നു, ഭാഗ്യം. അങ്ങനെ ഒരു തട്ടിക്കൂട്ട് രീതിയിൽ ഞാൻ ഫ്രഷായേ. ആൻഡ് ദിസ് ഇസ് മൈ നോ മേക്കപ്പ് ലുക്ക്. എങ്ങനെയുണ്ട്? ഞാൻ സ്റ്റേ ചെയ്ത ഹോട്ടലിൻ്റെ റിസപ്ഷൻ്റെ ഏരിയ ആണ് ഇത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഞാനൊരു 4:30 ആയപ്പോഴത്തേനും റെഡി ആയിട്ട് താഴെ വന്നിരിക്കുവാണേ. ബാക്കിയുള്ളവരാരും ഇതുവരെ വന്നിട്ടില്ല. എനിവേസ് എക്സാക്റ്റ് 5 മണിയായപ്പം ക്യാബ് വന്നു കേട്ടോ. പിന്നെ നേരെ എയർപോർട്ടിലെത്തിച്ചു. അപ്പോൾ ഞാൻ ആദ്യം പോകുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്കാണ്. അവരുടെ വീട് ചേർത്തലയാണ്. അപ്പോൾ ഇന്നലെ തന്നെ അച്ഛനും അമ്മയോടും ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു 20-ാം തീയതി ഡിലേ ആയി എന്നൊക്കെ. ഭാഗ്യത്തിന് അവർ കൊച്ചിയിൽ നമ്മളെ റിസീവ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നില്ല. ഈ സമയമായപ്പോഴത്തേക്കും ഞാൻ കുറച്ച് റിലാക്സ്ഡ് ആയി കേട്ടോ, കാരണം കസ്റ്റംസും എമിഗ്രേഷനും ഒന്നും വേണ്ടല്ലോ. ഇനിയിപ്പം ഡൊമസ്റ്റിക് എയർപോർട്ടാണല്ലോ, അതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. നല്ല ടൈം ഉണ്ടായിരുന്നു. അങ്ങനെ നേരെ ചെക്കിനൊക്കെ ചെയ്തു. സുഖമായിട്ട് അതങ്ങ് കഴിഞ്ഞ് കിട്ടി. ഗേറ്റ് നമ്പർ നോക്കാനായിട്ട് ഞാൻ ചുമ്മാ ഈ ബോർഡൊന്ന് നോക്കിയതാണ്. അപ്പോഴാണ് എൻ്റെ ഫ്ലൈറ്റ് കാലിക്കറ്റ് എന്ന് കാണിക്കുന്നത്. കാലിക്കറ്റും അഗറ്റിന്ന് കാണിക്കുന്നത്, കൊച്ചി കാണിക്കുന്നില്ല. എൻ്റെ ദൈവമേ, ഞാൻ ടെൻഷൻ അടിച്ച് ഞാൻ നേരെ ഇൻഡിഗോയുടെ ഒരു സ്റ്റാഫിൻ്റെ അടുത്ത് പോയി ചോദിച്ചു കേട്ടോ. അവർ പറഞ്ഞു മാം ദിസ് ഈസ് എ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ബോർഡിംഗ് പാസ് അങ്ങോട്ട് കീറിക്കളഞ്ഞു. എന്നിട്ട് പിന്നെ അവർ ചെക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഇത് കാലിക്കറ്റിൽ ലേ ഓവർ ഉണ്ട്, അവിടെ ഒരു 30 മിനിറ്റ്സ് ഇരുന്നിട്ട് പിന്നീടാണ് എന്നെ കൊച്ചിയിലോട്ട് കൊണ്ടുവന്നത്. ദാറ്റ് മീൻസ് ഞാൻ പിന്നെയും ലേറ്റ് ആവുമെന്ന്. അതായത് 8:30 എത്തേണ്ട ഞാൻ ഒരു 9:45 എത്തുമെന്ന്. ബാക്കിയുള്ളവരൊക്കെ ഡയറക്റ്റ് 8:30 തന്നെ എത്തുമായിരുന്നു കേട്ടോ. ശുഭം.
അല്ലെങ്കിലും പാവി ചെല്ലുന്നിടത്തൊക്കെ പാതാളം തന്നെയാണല്ലോ. ഈ കാണുന്ന ചെറിയ ഫ്ലൈറ്റിലാണ് ഞാൻ കൊച്ചിയിലോട്ട് പോകുന്നത്. ഇത് കൊച്ചി കഴിഞ്ഞിട്ട് നേരെ അഗത്തിയിലേക്കും പോകുന്നുണ്ട്, നമ്മുടെ ലക്ഷദ്വീപിൽ. അവിടെ ഒന്ന് ലേ ഓവർ ആയിരുന്നെങ്കിൽ പിന്നെ ഞാൻ സഹിക്കുമായിരുന്നു. അത് സാരമില്ല, കോഴിക്കോടെങ്കിൽ കോഴിക്കോട് ഞാനിതുവരെ പോയിട്ടില്ല. ഈ പേര് പറഞ്ഞെങ്കിലും കോഴിക്കോട് പോവാലോ. ആ കാണുന്ന പെട്ടി എൻ്റെയാണ്. ഏതായാലും പെട്ടി സേഫായിട്ട് എത്തുമെന്ന് മനസ്സിലായി. ഫൈനലി ബാംഗ്ലൂരിൽ നിന്ന് ടേക്ക് ഓഫ് ആയി. അപ്പോഴാണ് ക്യാപ്റ്റൻ്റെ അനൗൺസ്മെൻറ്റ്, റൈറ്റ് സൈഡിലിരിക്കുന്നവർ താഴോട്ട് നോക്കൂ, ബാംഗ്ലൂർ സിറ്റി ഫുള്ളായിട്ട് കാണാമെന്നുള്ളത്. ഇതായിരുന്നു അവർ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് തന്നിട്ടുള്ളത്. കുക്കിയും പിന്നെ നട്ട്സും പിന്നെ ഇതുപോലത്തെ ഒരു മിക്സ്ഡ് ഫ്രൂട്ട് ജ്യൂസും. നമ്മുടെ നാടെടുക്കാറായി കേട്ടോ. കണ്ടില്ലേ ആ മേഘത്തിൽ കുളിച്ചെടുക്കുന്നത് മലനിരകൾ, എന്ത് ഭംഗിയാണല്ലേ. ഇപ്പോൾ എനിക്ക് എക്സൈറ്റ്മെൻറ്റ് കൂടി കേട്ടോ. അങ്ങനെ കോഴിക്കോട് ലാൻഡ് ആവാറായി. കോഴിക്കോട് എയർപോർട്ടിലുള്ള ലാൻഡിങ് സൂപ്പറായിരുന്നു കേട്ടോ. ഒരു മലയുടെ നടുവിലായിരുന്നു റൺവേ. എന്ത് ഗ്രീനറി ആയിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കോഴിക്കോട്. അങ്ങനെ ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം കോഴിക്കോട് നിന്ന് ടേക്ക് ഓഫ് ആയി കേട്ടോ. കൊച്ചി എടുക്കാറായപ്പോൾ നല്ല ടർബുലൻസ്. പുറത്ത് നോക്കിയപ്പോഴാണ് ഫുള്ള് മേഘങ്ങൾ. ഇപ്പോൾ ക്ലൗഡ്സിലിങ്ങനെ ഇടിച്ചിടിച്ചാണ് ഫ്ലൈറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്കിഷ്ടമാണ് എന്തോ ടർബുലൻസ്. ഞാനൊരു സൈക്കോ ആയിട്ട് തോന്നിയേക്കാം, ബട്ട് ഐ ലൈക്ക് ടർബുലൻസ്. അങ്ങനെ വെറും 16 മണിക്കൂറിന് ശേഷം എത്തേണ്ട ഞാൻ ഒരു 1.5 ദിവസത്തിന് ശേഷം കൊച്ചി ലാൻഡ് ചെയ്ത് കേട്ടോ. എൻ്റെ അമ്മോ, അപ്പോഴാണ് എനിക്ക് ശ്വാസം വീണത്. കേട്ടില്ലേ, ഫൈനലി പിന്നെ എൻ്റെ പെട്ടി വന്നു. പെട്ടിയൊക്കെ പെട്ടെന്ന് വന്നു കേട്ടോ, കാരണം കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നല്ലോ. ഇനി നേരെ വീട്ടിലേക്ക്. നമ്മുടെ നാട് കണ്ടപ്പോൾ എന്തോ ഒരു സമാധാനമാണെന്നോ. എങ്ങനെയെങ്കിലും വീടെത്തിയിട്ട് വേണം ഒന്ന് കിടന്ന് ഉറങ്ങാനായിട്ട്. ഇതാണ് കേട്ടോ ഹസ്ബൻഡിൻ്റെ വീട്. അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ സിഡ്നി ടു കൊച്ചി ട്രിപ്പ്? എന്തൊക്കെ പറഞ്ഞാലും ഈ യാത്ര എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് തന്നത്.